2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിക്കഴിഞ്ഞു. ഭരണത്തുടർച്ച ലക്ഷ്യമിടുന്ന LDFനെ നേരിടാൻ സർവ്വസന്നാഹങ്ങളുമായി UDF രംഗത്തുണ്ട്. സീറ്റ് വിഭജനം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കാനാണ് UDF നേതൃത്വം ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇതിനോടകം തന്നെ ഘടകകക്ഷികൾക്കിടയിൽ നിർണായകമായ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മുന്നണിയിലെ പ്രധാന കക്ഷികളായ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ പ്രാഥമിക ധാരണയിൽ എത്തിയിരിക്കുകയാണ്. എത്ര സീറ്റുകളിൽ മത്സരിക്കണം, ഏതൊക്കെ മണ്ഡലങ്ങൾ ഏറ്റെടുക്കണം, ഏതൊക്കെ സീറ്റുകൾ വെച്ചുമാറണം എന്നതിലൊക്കെ ഏകദേശം അന്തിമ രൂപമായി എന്നാണ് പുറത്തുവരുന്ന വിവരം. സൗഹാർദ്ദപരമായ ഈ നീക്കം UDF ക്യാമ്പിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. എന്നാൽ UDFിലെ സീറ്റ് വിഭജനത്തിൽ വലിയൊരു കീറാമുട്ടിയായി നിൽക്കുന്നത് കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും തമ്മിലുള്ള തർക്കമാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച 10 സീറ്റുകളിലും ഇത്തവണയും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഇറക്കുമെന്ന ഉറച്ച നിലപാടിലാണ് ജോസഫ് ഗ്രൂപ്പ്. എന്നാൽ കോൺഗ്രസ് ഇതിനെ ശക്തമായി എതിർക്കുന്നു. ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ച ആ 10 സീറ്റുകളിൽ 5 എണ്ണമെങ്കിലും ഇത്തവണ കോൺഗ്രസ് നേരിട്ട് ഏറ്റെടുക്കണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഈ 5 സീറ്റുകളെ ചൊല്ലിയുള്ള തർക്കം മുന്നണിയിൽ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിക്കുമെന്നിരിക്കെ ഒരു ഘട്ടത്തിൽ പൂർണ്ണമായും വഴിമുട്ടിപ്പോയ UDFിലെ സീറ്റ് വിഭജന ചർച്ചകൾ ഇപ്പോൾ നിർണായകമായ ഒരു വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര അവസാനിക്കുമ്പോൾ ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടാക്കും എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇരുവിഭാഗവും വലിയ രീതിയിലുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറെടുക്കുന്നു എന്ന ശുഭസൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലെ ഒരു വിഭാഗവും ചില നിഷ്പക്ഷ മധ്യസ്ഥരും നടത്തിയ ക്രിയാത്മകമായ ഇടപെടലുകളാണ് ഈ പുരോഗതിക്ക് പിന്നിലെന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ 5 സീറ്റുകൾ ഏറ്റെടുക്കുമെന്ന കർശനമായ അവകാശവാദം കോൺഗ്രസ് ഉന്നയിച്ചിരുന്നുവെങ്കിലും നിലവിൽ ആ നിലപാടിൽ നിന്ന് അവർ പിന്നോട്ടു പോയിരിക്കുകയാണ്. പുതിയ തീരുമാനപ്രകാരം ജോസഫ് വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കുക കേവലം 3 സീറ്റുകൾ മാത്രമായിരിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ 3 സീറ്റുകളിലായിരുന്നു ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ചിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചങ്ങനാശ്ശേരി സീറ്റ് 2026 അവർക്ക് തന്നെ വിട്ടുനൽകാം എന്ന വാഗ്ദാനമാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ 2021 അവർ മത്സരിച്ച ഏറ്റുമാനൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും. ഇതിനു പകരമായി കോട്ടയം ജില്ലയിലെ തന്നെ പൂഞ്ഞാർ സീറ്റ് ജോസഫ് വിഭാഗത്തിന് വിട്ടുകൊടുക്കാനുള്ള സന്നദ്ധതയും കോൺഗ്രസ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് കോൺഗ്രസ് ഇപ്പോൾ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന മറ്റ് 3 സീറ്റുകൾ ഇവയാണ്: ഇടുക്കി ജില്ലയിലെ ഇടുക്കി സീറ്റ്, എറണാകുളം ജില്ലയിലെ കോതമംഗലം സീറ്റ്, തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട സീറ്റ്. ഈ 3 സീറ്റുകളിലും ജോസഫ് വിഭാഗം പരിഗണിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വിജയസാധ്യത കുറവാണെന്ന് PJ ജോസഫിനെ ബോധ്യപ്പെടുത്താനാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വവും ഹൈക്കമാൻഡും നടത്തിയ രഹസ്യ ആഭ്യന്തര സർവേകളുടെ കണ്ടെത്തലുകൾ നിരത്തിയാണ് ജോസഫ് ഗ്രൂപ്പിനെ വിട്ടുവീഴ്ചയ്ക്ക് പ്രേരിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഇടുക്കി സീറ്റിൽ PJ ജോസഫ് വിഭാഗം പരിഗണിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് MJ ജേക്കബിനെയാണ്. എന്നാൽ സിറ്റിംഗ് മന്ത്രിയും മാണി ഗ്രൂപ്പ് നേതാവുമായ റോഷി അഗസ്റ്റിനെ പോലെ കരുത്തനായ ഒരാൾക്കെതിരെ MJ ജേക്കബ് മത്സരിച്ചാൽ വിജയസാധ്യത കുറവാണെന്ന് കോൺഗ്രസ് സർവേകൾ വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നാൽ മാത്രമേ വിജയം ഉറപ്പാക്കാൻ കഴിയൂ എന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. എറണാകുളം ജില്ലയിലെ കോതമംഗലം സീറ്റിലേക്ക് ജോസഫ് ഗ്രൂപ്പ് ഉയർത്തിക്കാട്ടുന്നത് വ്യവസായി ഷിബു തെക്കുംപുറത്തെയാണ്. എന്നാൽ ഇവിടെയും സർവേ റിപ്പോർട്ടുകൾ അനുകൂലമല്ല. യാക്കോബായ സഭാ തർക്ക സമയത്ത് സിറ്റിംഗ് MLA ആന്റണി ജോൺ പരസ്യ നിലപാടെടുത്തപ്പോൾ ഷിബു തെക്കുംപുറം പാലിച്ച നിഷ്പക്ഷത സ്വന്തം സമുദായത്തിൽ അദ്ദേഹത്തിന് തിരിച്ചടിയായെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. കൂടാതെ അദ്ദേഹത്തിന്റെ ധനകാര്യ സ്ഥാപനത്തെക്കുറിച്ചുള്ള വോട്ടർമാരുടെ അഭിപ്രായ വ്യത്യാസങ്ങളും കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ സഭാ നേതൃത്വത്തിന്റെ കൂടി താൽപര്യം പരിഗണിച്ച് ഒരു കത്തോലിക്ക സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് തന്നെ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ഉയരുന്നത്. കോതമംഗലത്ത് VD സതീശന്റെ വിശ്വസ്തനായ ജിൻഡോ ജോണിന്റെ പേരിനാണ് മുൻഗണന. മറ്റൊരു പ്രധാന നിർദ്ദേശം മാത്യു കുഴൽനാടനെ തന്റെ സ്വന്തം നാടായ കോതമംഗലത്തേക്ക് മാറ്റുക എന്നതാണ്. അങ്ങനെ വന്നാൽ മൂവാറ്റുപുഴയിൽ സഭയുടെ ആശങ്ക പരിഗണിച്ച് മുൻ MLA ജോസഫ് വാഴയ്ക്കനെ മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ചും ആലോചനകളുണ്ട്. പെരുമ്പാവൂർ സീറ്റുമായി വെച്ചുമാറാൻ ആലോചിച്ചെങ്കിലും സിറ്റിംഗ് MLA എൽദോസ് കുന്നപ്പള്ളിയുടെ എതിർപ്പ് മൂലം കോതമംഗലം തന്നെ ഏറ്റെടുക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു.
തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടന്റെ വിജയ സാധ്യതയിലും കോൺഗ്രസിന് ആശങ്കയുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെ ഉണ്ണിയാടൻ മത്സരിച്ചാൽ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ കഴിയില്ലെന്നാണ് സർവേ ഫലം. 2025 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF തരംഗം ഉണ്ടായപ്പോഴും ഇരിങ്ങാലക്കുടയിൽ LDF ആധിപത്യം തുടർന്നതും BJPയുടെ വളർച്ചയും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിൽ ഇടുക്കി, കോതമംഗലം, ഇരിങ്ങാലക്കുട സീറ്റുകൾ ഏറ്റെടുക്കുക എന്നത് കോൺഗ്രസിന് അനിവാര്യമാണ്. എന്നാൽ ജോസഫ് ഗ്രൂപ്പിനും ചില ആവശ്യങ്ങളുണ്ട്. കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിൽ അനുയോജ്യനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിനാൽ തൃക്കരിപ്പൂർ കോൺഗ്രസിന് വിട്ടു നൽകി പകരം മലബാർ മേഖലയിൽ ക്രൈസ്തവ സ്വാധീനമുള്ള പേരാമ്പ്ര സീറ്റ് അനുവദിക്കണമെന്നാണ് ജോസഫ് ഗ്രൂപ്പിന്റെ ആവശ്യം. ഈ നിർദ്ദേശത്തോട് കോൺഗ്രസ് അനുഭാവപൂർണമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ പുതിയ ഫോർമുല അംഗീകരിക്കപ്പെട്ടാൽ 2026 തിരഞ്ഞെടുപ്പിൽ ജോസഫ് ഗ്രൂപ്പ് 7 സീറ്റുകളിലാകും മത്സരിക്കുക. ഇതിൽ 6 സീറ്റുകളുടെ കാര്യത്തിലും ഏകദേശ ധാരണയായി കഴിഞ്ഞു. മുന്നണിയിലെ കരുത്തുറ്റ ഐക്യത്തോടെ തിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് UDF ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ചുരുക്കത്തിൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDF ക്യാമ്പിൽ വലിയ അഴിച്ചുപണികളാണ് നടക്കുന്നത്. വിട്ടുവീഴ്ചകൾക്കും തന്ത്രപരമായ നീക്കങ്ങൾക്കും കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തയ്യാറാകുന്നത് മുന്നണിയുടെ കെട്ടുറപ്പ് വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പാണ്. എങ്കിലും സീറ്റ് കൈമാറ്റങ്ങൾ പ്രാദേശിക തലത്തിലുള്ള പ്രവർത്തകർ എങ്ങനെ സ്വീകരിക്കും എന്നത് വരും ദിവസങ്ങളിൽ നിർണായകമാകും. ഓരോ മണ്ഡലത്തിലും തങ്ങളുടെ കരുത്തരായ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് നിശ്ചയിച്ചു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രഹസ്യ സർവേകളുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തിന്റെ ചില കോട്ടകളിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ അണിനിരത്തുന്നതിലൂടെ വിള്ളലുണ്ടാക്കാൻ സാധിക്കുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. ഭരണം പിടിച്ചെടുക്കാൻ ഇത്രത്തോളം അനുകൂലമായ ഒരു സാഹചര്യം ഇതിനു മുൻപ് UDFന് ലഭിച്ചിട്ടില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നേതൃത്വം. അതുകൊണ്ട് തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്ത് തങ്ങളുടെ സീറ്റുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ മത്സരിച്ച് മന്ത്രിസ്ഥാനം വരെ നേടിയെടുക്കാമെന്ന കണക്കുകൂട്ടലിലാണ് ഘടകകക്ഷികൾ. എന്നാൽ പാർട്ടിയിലെ ആഭ്യന്തര കലഹങ്ങളും വിജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതും തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസിന് ബോധ്യമുണ്ട്. അതിനാൽ ഘടകകക്ഷികളുമായി ക്രിയാത്മകമായ ചർച്ചകൾ നടത്തി വിട്ടുവീഴ്ചകൾക്ക് അവരെ പ്രേരിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഇതിനോടകം തന്നെ സമ്മർദ്ദം ചെലുത്തി തുടങ്ങി. ഇത്തവണ കൂടി പരാജയപ്പെട്ടാൽ കേരളത്തിൽ കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന തിരിച്ചറിവ് അവർക്കുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഘടകകക്ഷികളെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നതിനോടൊപ്പം വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രം രംഗത്തിറക്കാനുള്ള ശ്രമങ്ങളും UDF ആരംഭിച്ചു കഴിഞ്ഞു. ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കുന്ന ഈ 3 സീറ്റുകൾ UDFനെ ഭരണത്തിലേക്ക് നയിക്കാൻ സഹായിക്കുമോ? അതോ ഈ വിട്ടുവീഴ്ചകൾ ജോസഫ് ഗ്രൂപ്പിന്റെ ശക്തി കുറയ്ക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.